നേർമൊഴി. നേർമൊഴിയിൽ ഇന്ന് അധ്യാപകനും അഭിനേതാവും പ്രക്ഷേപകനുമായ പ്രൊഫസർ അലിയാറുമായി നടത്തുന്ന അഭിമുഖം. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോടൊപ്പം റൂബി ബാബു. അധ്യാപകൻ, അഭിനേതാവ്, അതുപോലെ പ്രക്ഷേപകൻ, ഇങ്ങനെ വിവിധ വിശേഷണങ്ങളുള്ള ഒരു വ്യക്തി. എന്നാൽ അതിലെല്ലാം ഉപരി ശബ്ദകലയിലൂടെ നമ്മുടെ എല്ലാം ഹൃദയങ്ങൾ കീഴടക്കിയ ഒരാൾ. ഇത്രയും ഞാൻ പറയുമ്പോൾ തന്നെ നമ്മുടെ ശ്രോതാക്കളുടെ ഉള്ളിലൊരു ചിത്രം തെളിഞ്ഞിട്ടുണ്ടാവും. ആ ചിത്രത്തിൻ്റെ പേര് പ്രൊഫസർ അലിയാർ എന്ന് തന്നെയാവും. നമസ്കാരം സർ. നമസ്കാരം. ആകാശവാണിയുടെ നേർമൊഴി എന്ന പരിപാടിയിലേക്ക് താങ്കളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സന്തോഷം. സാറിന് ഇത്രയും വിശേഷണങ്ങൾ പറഞ്ഞതിൽ എങ്ങനെ അറിയപ്പെടാനാണ് കൂടുതൽ ഇഷ്ടം? ഏത് മേഖലയാണ് കൂടുതൽ പ്രിയപ്പെട്ടത്? എനിക്ക് ഈ മേഖലയെല്ലാം വളരെ പ്രിയപ്പെട്ടത് തന്നെയാണ്, ഒരു സംശയമില്ല. കാരണം ഞാൻ ആദ്യം അധ്യാപക വൃത്തിയായിരുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ നാടകം അഭിനയിച്ച് തുടങ്ങി. നാട്ടുമ്പുറത്ത് ധാരാളമായിട്ട് അറിയാമല്ലോ, നാട്ടുമ്പുറത്തൊക്കെ ഈ വായനശാല വാർഷികങ്ങൾ, ഓണാഘോഷം തുടങ്ങിയ സമയത്തൊക്കെ നാടകങ്ങളിൽ അഭിനയിക്കുക എൻ്റെ ഒരു രീതിയായിരുന്നു. കോളേജിൽ പഠിക്കുന്ന സമയത്തും നാട്ടിൽ വരുന്ന അവതരിപ്പിക്കുന്ന നാടകങ്ങളിലൊക്കെ ധാരാളമായിട്ട് അഭിനയിച്ചിരുന്നു. പിന്നീടാണ് അധ്യാപനം ഒരു തൊഴിലായി സ്വീകരിച്ചത്. പക്ഷേ അതിനുശേഷം തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം വളരെ സജീവമായി നാടക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അപ്പോൾ ഇതിലേത് തൊഴിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായും അധ്യാപനം എന്ന് ഞാൻ പറയും. പക്ഷേ കലാപരമായ ചെറിയ കഴിവുകൾ ഉണ്ട്, അത് പ്രകടിപ്പിക്കാനുള്ള സന്ദർഭങ്ങളും ലഭിച്ചിട്ടുണ്ട്. അതും ഇതിനോടൊപ്പം പോകുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ എല്ലാ തൊഴിലും ഇഷ്ടമാണ്, എങ്കിലും ഒരു കലാകാരനായ അധ്യാപകനായിരിക്കാനാണ് കൂടുതലിഷ്ടം. 1972 സാർ അധ്യാപന രംഗത്തേക്ക് കടന്നു വന്നത്. യൂണിവേഴ്സിറ്റി കോളേജിലെ മലയാള വിഭാഗം മേധാവിയായി പ്രവർത്തിച്ചു. ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട്. ഈ അധ്യാപനം ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കോളേജ് കാലഘട്ടം താങ്കളുടെ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലയിൽ അതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? ഞാൻ 53 വർഷം മുമ്പ്, അതായത് 72-ൽ 53 വർഷം മുമ്പാണ് ഔദ്യോഗികമായി അധ്യാപക വൃത്തി സ്വീകരിക്കുന്നത്. അതിനുമുമ്പ് പഠിക്കുന്ന സമയത്ത് തന്നെ നാട്ടിലുള്ള പാരലൽ കോളേജുകളിൽ ധാരാളമായി പഠിപ്പിക്കാൻ പോയിരുന്നു. അപ്പോൾ എനിക്ക് പറ്റിയൊരു തൊഴിലാണ് എന്ന് തോന്നി. കാരണം പാരലൽ കോളേജുകളിൽ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കഴിവുള്ളവർ മാത്രമേ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ, അല്ലെങ്കിൽ പുറത്തു പോകും. അപ്പോൾ 72-ൽ ഞാൻ അധ്യാപകനായ ജോലിയിൽ പ്രവേശിച്ച് 30 വർഷം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ സ്ഥലങ്ങളിൽ, പട്ടാമ്പി, തിരൂര്, മലപ്പുറം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ പഠിപ്പിക്കാൻ അവസരം നിന്ന്. അപ്പോൾ അങ്ങനെ ഒരു അവസരം വന്നതുകൊണ്ടൊരു ഗുണമുണ്ടായത്, ഒരുപാട് പ്രദേശങ്ങളിലുള്ള ആളുകളുമായും വിദ്യാർത്ഥികളുമായും ഇടപഴകാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ചോദ്യത്തിൻ്റെ പ്രസക്തി എനിക്ക് മനസ്സിലായി. അന്നത്തെ എന്താണ് ഇന്നത്തെ ഒരു വ്യത്യാസം എന്നുള്ളത്. ഇത് വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ട്, ഒരു സംശയമില്ല. കാരണം അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് ഉള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, അധ്യാപകൻ നന്നായി തല്ലും, നമ്മളെ നന്നായി അടിച്ച് തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. തന്നെയുമല്ല, നമ്മുടെ രക്ഷകർത്താക്കൾ പോലും ചിലപ്പോൾ ചെന്ന് അധ്യാപകനെ കാണുമ്പോൾ പറയും, സാറേ ഇവനെ ഒന്ന് കൈകാര്യം ചെയ്തേക്കണേ, ഒരു രക്ഷയില്ല, ഭയങ്കര കുരുത്തക്കേടാണെന്ന് പറയും. ഇന്ന് അധ്യാപകൻ രൂക്ഷമായിട്ടൊന്ന് നോക്കിയാൽ മതി, രക്ഷകർത്താവ് അധ്യാപകനെ അന്വേഷിച്ച് ചെന്നിരിക്കും. അതൊരു മാറ്റമാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനെപ്പോഴും ആലോചിക്കും, മിഡിൽ സ്കൂളിൽ പഠിക്കുക പറഞ്ഞാൽ 10 മുതൽ 13 വയസ്സ് വരെയാണ്. കിലോമീറ്ററുകൾ നടന്നാണ് ഈ 10 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി പോകുന്നത്. വയലുകളും കാവും തോടും കുന്നും മലയും ഒക്കെ കയറി ഇറങ്ങി 1 മണിക്കൂറിലധികം യാത്ര ചെയ്താണ് ഈ മിഡിൽ സ്കൂളിൽ പോകുന്നത്. ഹൈസ്കൂളാണെങ്കിൽ വളരെ ദൂരെയാണ്, അന്ന് അവിടെ ഉള്ളൂ ഹൈസ്കൂൾ. 7-8 കിലോമീറ്റർ നടന്നു വേണം പോയി പഠിക്കാൻ. അപ്പോൾ അത് വലിയൊരു അനുഭവമാണ്. കാരണം നമ്മൾ മനുഷ്യരെ കാണുന്നു, വയലിലൂടെ നടക്കുന്നു, ചെടിയിൽ ചവിട്ടി നടക്കുന്നു, ഒരുപാട് തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നു. ഇന്ന് വീടിൻ്റെ മുന്നിൽ നിന്ന് ബസ്സിൽ കയറുന്നു, സ്കൂളിൽ ഇറങ്ങുന്നു, തിരിച്ചു വന്നു പോകും. മണ്ണും മനുഷ്യരും പ്രകൃതിയും ഒക്കെ ആയിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ മാറ്റമാണ്. പക്ഷേ ഈ ബന്ധത്തിൽ വരുന്ന മാറ്റം എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു രീതി വെച്ച് ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികളുമായി നല്ല സൗഹൃദം പുലർത്താനാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാൻ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ കിട്ടിയിട്ടുള്ള അധ്യാപകർ അങ്ങനെയുള്ളവരാണ്. വിശിഷ്യ ഉയർന്ന ക്ലാസ്സുകളിൽ BA ക്കും MA ക്കും പഠിക്കുമ്പോൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരെന്ന് പറഞ്ഞാൽ
നല്ല സുഹൃത്തുക്കളാണ്. അതേസമയം നന്നായി നമ്മളെ സപ്പോർട്ട് ചെയ്യും, സഹായിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങളിപ്പം MA പഠിക്കുമ്പോൾ 15 വിദ്യാർത്ഥികളാണ്. ഈ 15 വിദ്യാർത്ഥികളെയും ഞങ്ങളുടെ അധ്യാപകർക്ക് നന്നായി അറിയാം. അവരെവിടെ നിന്ന് പഠിക്കാൻ വരുന്നു, എന്ത് ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നു, അവർക്ക് സഹായം ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, ഒരു അധ്യാപകൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ പുള്ളിക്ക് മനസ്സിലാവും എന്താ പൈസ വല്ലതും വേണം എന്ന് മനസ്സിലാവും. അങ്ങനെയുള്ള നമ്മളെ അറിയാവുന്ന അധ്യാപകരാണ്. ആ ഒരു സൗഹൃദം വളരെ വലുതാണ്. അപ്പം ഞാൻ അധ്യാപകനായപ്പോഴും ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികളുമായി നല്ല സൗഹൃദം പുലർത്താനാണ്. കഴിയുന്നത്ര വിദ്യാർത്ഥികളെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, വിദ്യാർത്ഥികളെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് പഠിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ശിഷ്യ സമ്പത്ത് ഇന്നും പലയിടത്തും ചെല്ലുമ്പോഴും സാറിനെ അത് തിരിച്ചറിയാനും. തീർച്ചയായിട്ടും എനിക്കൊരു വലിയ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ഭാഗ്യമാണ്. അനുഗ്രഹം എന്നല്ല, മഹാഭാഗ്യമാണ്. കാരണം കേരളത്തിൻ്റെ ഏത് മണ്ഡലത്തിൽ നോക്കിയാലും, സാഹിത്യരംഗത്തോ സാംസ്കാരിക രംഗത്തോ ചലച്ചിത്ര രംഗത്തോ ഔദ്യോഗിക രംഗത്തോ ഒക്കെ ഏത് രംഗത്ത് നോക്കിയാലും അതിപ്രഗത്ഭരായ വളരെയധികം പ്രതിഭാധനരായ വിദ്യാർത്ഥികളുടെ അധ്യാപകനാണ് എന്ന് പറയാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പഠിപ്പിച്ചില്ലെങ്കിലും അവരങ്ങനെയൊക്കെ ആകുമായിരുന്നു. പക്ഷേ നമുക്കത് പറയാനുള്ളൊരു ഭാഗ്യമുണ്ടായി. നമ്മൾ ആ പഠിപ്പിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരുമായിട്ടുള്ള ഒരു സൗഹൃദം കൊണ്ടാണ് അത് സ്ഥാപിക്കാൻ കഴിഞ്ഞത്. അതെ, അതുകൊണ്ട് തന്നെ റിട്ടയർമെന്റ് ഇല്ലാത്തൊരു കർമ്മ മേഖലയായിട്ടാണ് അധ്യാപനത്തെ. അതെ, അധ്യാപനം എപ്പോഴും അങ്ങനെയാണല്ലോ. എപ്പോൾ വേണേലും നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ ആളുകൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കും. നമുക്കതൊരു സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ സർ, മലയാള ഭാഷയെക്കുറിച്ച് സാറ് അതിൻ്റെ ഒരു ആചാര്യൻ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അന്ന് ഇതേ പാറ്റേൺ ആണ്. അന്ന് മലയാള ഭാഷയ്ക്ക് കിട്ടിയിരുന്ന ഒരു പ്രാധാന്യവും ഇന്ന് ഇംഗ്ലീഷ് പറഞ്ഞാൽ എല്ലാമായി എന്ന് പറയുന്നിടത്ത് ആ മലയാള ഭാഷയ്ക്ക് വന്ന മാറ്റത്തെ, ഇത് ഭാഷയ്ക്ക് വന്ന മാറ്റത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ പഠിച്ച കാലം ആലോചിച്ച് നോക്കൂ. 80ലേക്ക് കടക്കുകയാണ് ഞാൻ. അപ്പോൾ 75-76 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു കുടിപ്പള്ളിക്കൂടത്തിൽ, അങ്ങനെ നമ്മുടെ നാട്ടിൽ പറയുന്ന കുടിപ്പള്ളിക്കൂടത്തിൽ ആശാൻ്റെ മുമ്പിൽ പോയിരുന്ന അക്ഷരം പഠിച്ചത്. അത് ഒന്നാന്തരം ഒരു ശിക്ഷണമായിരുന്നു. കാരണം നല്ല സംസ്കൃത പണ്ഡിതനായിരുന്നു. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഏറ്റവും അധികം അറിയപ്പെടുന്ന ഭാഗവത പാരായണക്കാരൻ, അങ്ങനെയൊക്കെയുള്ള ആളാണ്. നല്ല അറിവുള്ള ഒരാളാണ്. അപ്പോൾ അവർ നമ്മളെ അക്ഷരം നന്നായി പഠിപ്പിക്കും. അക്ഷരത്തിൻ്റെ ഉച്ചാരണം വളരെ വളരെ സൂക്ഷ്മമായിരിക്കണം, ഒരു തെറ്റും വരാൻ പാടില്ല. ഇത് നന്നായി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ 1-ാം ക്ലാസ്സിൽ പ്രവേശിക്കുന്നത്. ഞാൻ പഠിച്ച LP സ്കൂളിൽ പോലും ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു അധ്യാപകനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് നാരായണൻ എന്നാണ്. പഠിച്ചത് സർക്കാർ സ്കൂളിലാണ്. പക്ഷേ അദ്ദേഹത്തിന് സ്വന്തമായൊരു പ്രൈവറ്റ് സ്കൂളുണ്ട്, സംസ്കൃത സ്കൂൾ. ആ സ്കൂൾ ഇപ്പോഴും നാട്ടിലുണ്ട്. അപ്പോൾ നല്ല സംസ്കൃത വ്യുൽപ്പത്തിയുള്ള ഒരാളാണ്. കേശവള്ള സാർ എന്ന് പറയുന്നൊരു സാറുണ്ട്, ഞാൻ എപ്പോഴും പറയുന്നതാണ്. അദ്ദേഹം കവിതയൊക്കെ ബോർഡിൽ എഴുതിയിട്ട് എല്ലാവരെ കൊണ്ട് വായിപ്പിക്കും. അപ്പോൾ ആ ഒരു സംസ്കാരമുണ്ട്. ഉച്ചാരണം ഒരു കാരണവശാലും തെറ്റാൻ പാടില്ല. അത്ര കൃത്യമായിട്ട് അക്ഷരങ്ങളും ഉച്ചാരണവും ഒക്കെ പഠിച്ചിട്ടാണ് നമ്മൾ താഴ്ന്ന ക്ലാസ്സുകളിൽ നിന്ന് മുകളിലേക്ക് വരുന്നത്. ഇന്ന് ഈ സമീപകാലത്താണ് അക്ഷരങ്ങൾ വീണ്ടും പഠിപ്പിച്ചു തുടങ്ങി. അക്ഷരങ്ങളില്ലാതെ പാഠപുസ്തകങ്ങൾ വന്നിരുന്നു എന്നാണ്. അപ്പോൾ ഈ പഠിപ്പിക്കുന്ന ആരാണ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. പഠിപ്പിക്കലിൻ്റെ ബേസ് വളരെ പ്രധാനമാണ്. അതില്ലാതെ പോയതുകൊണ്ടാണ് മലയാള ഭാഷയോടുള്ള ഒരു 2-ാം തരം ഭാഷയായിട്ട് മാറിപ്പോയതോ അല്ലെങ്കിൽ വേണ്ടത്ര പ്രാധാന്യം ലഭിക്കാതെ പോയതോ എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചൊക്കെ ഈ ഇംഗ്ലീഷ് പഠിക്കുന്ന വലിയൊരു മേനിയാണ് എന്ന് വിചാരിച്ചിരുന്ന ആളുകളുമൊക്കെ ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ അത് മാറി, ഭാഷയോടുള്ളൊരു ആഭിമുഖ്യവും താല്പര്യവും ഒക്കെ കൂടി. നിശ്ചയമായും ഏതൊരാളും ഏറ്റവും നന്നായി പഠിക്കേണ്ടത് മാതൃഭാഷ തന്നെയാണ്. കാരണം നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും എല്ലാം മാതൃഭാഷയെ അടിസ്ഥാനമാക്കിയാണ്. മറ്റു ഭാഷകൾ നമുക്ക് പഠിക്കാം. മറ്റു ഭാഷയിൽ നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് മാതൃഭാഷയിലൂടെയാണ്. അപ്പോൾ മാതൃഭാഷാ പഠനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതിനിപ്പോൾ കൂടുതൽ പ്രാധാന്യം കൈവന്നിട്ടുണ്ട് എന്ന് കാണുന്നത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇനി നമ്മൾ അടുത്ത മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ നാടകം. സാറിൻ്റെ അസ്തിത്വം തന്നെ നാടകമാണ് എന്ന് സാറ് പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചെറുപ്പത്തിലെ സാറിൻ്റെ നാടക കളരികളെക്കുറിച്ചൊക്കെ പറഞ്ഞു. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ സാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് നാട്യഗ്രഹവുമായി ബന്ധപ്പെട്ട സാറിൻ്റെ പ്രവർത്തനങ്ങളാണ്. അതൊന്ന് വിശദീകരിക്കാമോ? അത് ഞാൻ തിരുവനന്തപുരത്ത് സ്ഥലമാറ്റം കിട്ടി വരുന്ന 1975-ലാണ്. 1975 തിരുവനന്തപുരത്ത് തേക്കാറുള്ള ഗവൺമെൻറ് ആർട്സ് കോളേജിൽ അവിടെ വന്ന് ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. ആർ നരേന്ദ്രപ്രസാദ് അവിടെ ഇംഗ്ലീഷ് അധ്യാപകനുണ്ട്. അപ്പോൾ അദ്ദേഹം അപ്പോൾ തന്നെ അറിയപ്പെടുന്ന ഒരു സാഹിത്യ നിരൂപകനാണ്, സാഹിത്യ വിമർശകൻ എന്ന നിലയിൽ നല്ല പേരുള്ള ഒരു സമയമാണ്. അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. ഞങ്ങൾ ഒന്നിച്ച് പിന്നെ യാത്രയായി. രാവിലെ ഒന്നിച്ച് കോളേജിൽ പോകും. അടുത്തടുത്ത് തന്നെ അമ്പലമുക്കിൽ അടുത്തടുത്ത് വീട്
ഞാനും കുടുംബമായിട്ട് താമസമായി. അദ്ദേഹവുമായിട്ട് ഞങ്ങൾ രാവിലെ ഒന്നിച്ച് കോളേജിൽ പോകും, വൈകിട്ട് ഒന്നിച്ചിറങ്ങും. അങ്ങനെ ഇരിക്കെയാണ് എൻ്റെ ഒരു നാടക താല്പര്യം പുള്ളിക്ക് മനസ്സിലായി. ഞാനപ്പോൾ തന്നെ ചില ലേഖനങ്ങളൊക്കെ നാടക സംബന്ധിയായിട്ട് എഴുതിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് നാടകത്തോട് ചെറിയ താല്പര്യം തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു നാടക ക്യാമ്പിൽ, അതൊരു ദേശീയ നാടക പരിശീലന കളരിയായിരുന്നു, 1 മാസക്കാലം 29 ദിവസം നീണ്ടു നിന്ന ഒരു നാഷണൽ തിയേറ്റർ വർക്ക്ഷോപ്പ്. അതിൽ കോളേജ് അധ്യാപകരായ എനിക്കും അദ്ദേഹത്തിനും പങ്കെടുക്കാൻ അവസരം കിട്ടി. അത് ജി ശങ്കരപ്പിള്ള സാറിൻ്റെ നേതൃത്വത്തിൽ, അന്ന് സ്കൂൾ ഓഫ് ഡ്രാമ തുടങ്ങിയ വർഷമാണ് 78-ൽ. അദ്ദേഹമാണ് ആ കോളേജ് അധ്യാപകർക്ക് വേണ്ടി ആ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കോളേജ് അധ്യാപകർക്ക് വേണ്ടി ക്യാമ്പ് സംഘടിപ്പിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, കോളേജുകളിൽ ക്യാമ്പസ് തിയേറ്ററിൻ്റെ പ്രവർത്തനം കുറച്ച് സജീവമാക്കാൻ പറ്റും. താല്പര്യമുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ഈ ട്രെയിനിങ് ലഭിക്കുന്ന അധ്യാപകർ ആ വിദ്യാർത്ഥികളെ കൊണ്ട് നാടകങ്ങൾ ചെയ്യിക്കും. അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു തുടങ്ങിയൊരു ക്യാമ്പാണ്. 29 ദിവസം ഞങ്ങളതിൽ പഠിതാക്കളായി ഉണ്ടായിരുന്നു. അതൊരു വലിയ വെളിപാട് പോലെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. കാരണം അഖിലേന്ത്യാ തലത്തിൽ പ്രശസ്തരായിട്ടുള്ള ആളുകളൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തത്. അത് കഴിഞ്ഞ് വന്നപ്പോൾ നാടകത്തിലോട് വലിയ താല്പര്യം നരേന്ദ്രപ്രസാദിന് തോന്നുകയും അദ്ദേഹം ഒരു നാടകം എഴുതി തിരുവനന്തപുരത്ത് അവതരിപ്പിക്കുകയും ചെയ്തു. അത് 1979-ലാണ്. PK വിക്രമൻ നായർ ട്രോഫി നാടക മത്സരത്തിനാണ് നാടകം അവതരിപ്പിച്ച് നിരവധി പുരസ്കാരങ്ങൾ കിട്ടി. തുടർന്ന് അദ്ദേഹം പിന്നെ കുറേ വർഷത്തേക്ക് നാടകങ്ങൾ എഴുതി. 1980 ആകുമ്പോഴേക്കും നാട്യഗൃഹം എന്ന് പറയുന്ന ഒരു നാടക സംഘമായിട്ടത് രൂപാന്തരം പ്രാപിച്ചു. ആദ്യത്തെ 2 നാടകങ്ങൾ, അത് 3 പ്രഭുക്കന്മാർ, ഇര, ഈ 2 നാടകങ്ങളും അവതരിപ്പിച്ചത് പോസ്റ്റൽ അക്കൗണ്ട്സ് ക്രിയേഷൻ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലാണ്. പക്ഷേ 80 ആയപ്പോഴേക്കും സ്വന്തമായി നാട്യഗൃഹം എന്ന് പറയുന്നൊരു അമേറ്റർ നാടക സംഘം രൂപീകരിച്ചു. പിന്നീട് സൗവർണിക മുതലുള്ള എല്ലാ നാടകങ്ങളും നാട്യഗൃഹത്തിൻ്റെ ബാനറിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. 2 പ്രാവശ്യം ദേശീയ നാടകോത്സവത്തിൽ നാടകങ്ങൾ അവതരിപ്പിക്കാൻ, ഡൽഹിയിൽ നാടകങ്ങൾ അവതരിപ്പിക്കാൻ അവസരം കിട്ടി. അതൊരു സജീവമായ നാടക പ്രവർത്തനത്തിൻ്റെ കാലഘട്ടമായിരുന്നു. അങ്ങനെയാണ് നാട്യഗൃഹം ഇപ്പോഴും ഉണ്ട്. നാട്യഗൃഹം അതുപോലെ തന്നെ ദുഷ്യന്തൻ എന്നുള്ളൊരു കഥാപാത്രവുമായിട്ടാണ് ശബ്ദമേഖലയിൽ സാറ് വരുന്നത് ആകാശവാണിയിലൂടെയാണ് എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് നാടകം മാത്രമല്ല, പല പല പരിപാടികളിലൂടെ ഒരു പ്രക്ഷേപകൻ എന്ന നിലയിൽ താങ്കൾ നമ്മളോടൊപ്പം ഉണ്ട്. ആകാശവാണിയുമായിട്ടുള്ള ആ ഒരു യാത്ര ഒന്ന് അത് തീർച്ചയായിട്ടും അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം നമ്മുടെ ശബ്ദം ഇതിന് പറ്റുന്നതാണ്, അല്ലെങ്കിൽ എന്തോ ഒരു സവിശേഷമായ എന്തോ ഒരു സംഗതി ഉണ്ടെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ MA പഠിക്കുമ്പോഴാണ് ഞങ്ങളെ പഠിപ്പിക്കുന്ന ഞങ്ങളുടെ പ്രൊഫസർ ചന്ദ്രശേഖർ സാർ എന്ന് പറയും. അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ കാളിദാസൻ എന്ന പേരിൽ കൂടിയാണ്. കാരണം കാളിദാസൻ്റെ നാടകങ്ങളൊക്കെ പഠിപ്പിച്ച് ഖ്യാതി നേടിയിട്ടുള്ള അധ്യാപകനാണ്. ഞങ്ങൾ ഫസ്റ്റ് ഇയർ MA പഠിക്കുമ്പോഴാണ് അഭിജ്ഞാന ശാകുന്തളം റേഡിയോ നാടകമാക്കി ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അതിൽ അഭിനയിക്കാൻ വിദ്യാർത്ഥികൾ, താല്പര്യമുള്ള വിദ്യാർത്ഥികൾ പേര് തരണം എന്ന് പറഞ്ഞിട്ട് ഞാനും പേര് കൊടുത്തു. ഒരുപാട് വിദ്യാർത്ഥികൾ പേര് കൊടുത്തു. ഞങ്ങളെയൊക്കെ വിളിച്ചൊരു ഇൻ്റർവ്യൂ പോലെയൊക്കെ ഇരുത്തി ഞങ്ങളുടെ ശബ്ദ പരിശോധന നടത്തി, റെക്കോർഡ് ചെയ്തു. 1ലധികം കഥാപാത്രങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ കൊണ്ടൊക്കെ ശബ്ദം ചെയ്യിച്ചു നോക്കി. എന്നിട്ട് അവസാനം ഒരു റിസൾട്ട് പോലെ ഒരു സെലക്ഷൻ നടത്തി ഇട്ടു. അപ്പം ദുഷ്യന്തനെ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് എനിക്കാണ്. അപ്പോൾ ഈ റേഡിയോ നാടകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി അതാണ്, ഞാനെപ്പോഴും പറയുന്നതാണ്. ദുഷ്യന്തനെ അവതരിപ്പിക്കാൻ ഏത് കോലത്തിലിരിക്കുന്ന ഒരാളിനും സാധിക്കും, ശബ്ദം മാത്രം മതി. ഇപ്പം ഉദാഹരണത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ ജീവനില്ലാത്ത ഒരുത്തനും കണ്ടാൽ ഒരു കൃശഗാത്രനുമായ ഒരാളിന് വേണമെങ്കിൽ രാവണനെ അവതരിപ്പിക്കാം, ശബ്ദം കൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് ശബ്ദത്തിൻ്റെ ഒരു പ്രാധാന്യമാണ്. നമ്മുടെ രൂപം അതിനകത്തൊരു പ്രശ്നമേ അല്ല. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അവസരം അതാണ്. അപ്പോൾ നമുക്ക് വലിയ സന്തോഷമായി. അവിടെ വെച്ച് നമ്മൾ കുറച്ച് ദിവസം റിഹേഴ്സൽ കോളേജ് വെച്ച് തന്നെ നടത്തി. 2 പ്രൊഫസർമാർ, ചന്ദ്രശേഖര സാറും വേറൊരു പ്രൊഫസറും കൂടി ഞങ്ങളെ കാറിൽ തന്നെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ഇവിടെ ഈ കെട്ടിടത്തിലല്ല, പഴയ ബിൽഡിങ്ങിൽ അവിടെ വെച്ച് ഞങ്ങളെ കൊണ്ട് ഈ നാടകം മുഴുവൻ റെക്കോർഡ് ചെയ്യിച്ചു. അത് റെക്കോർഡ് ചെയ്യിച്ച് മഹിളാലയം ചേച്ചി എന്നറിയപ്പെട്ട സരസ്വതി അമ്മയാണ്. പ്രൊഫസർ ചന്ദ്രശേഖര സാറിനെ അറിയാം എന്നുള്ളതുകൊണ്ട്, സാറുമായിട്ട് നല്ല ബന്ധമുള്ളതുകൊണ്ട് അവരായിരുന്നു അത് മുൻകൈയെടുത്ത് ചെയ്തത്. എന്നിട്ട് ഞങ്ങൾക്കെല്ലാം അവർ ആഹാരമൊക്കെ വാങ്ങി തന്നു. ഈ റെക്കോർഡിങ് കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ വരൂ, നിങ്ങൾക്കിത് കേൾക്കണ്ടേ എന്ന് ചോദിച്ച് ഞങ്ങളെ ചുറ്റും പിടിച്ച് നിർത്തി ഇത് കേൾപ്പിച്ചു. അപ്പോൾ എൻ്റെ ശബ്ദം കേട്ടപ്പോൾ എനിക്കൊരു വലിയ ഒരു അത്ഭുതം പോലെ തോന്നി. കാരണം ഇത് വേറെ കാര്യം പറയുന്നത് പോലെയാണ് തോന്നിയത്. അപ്പം നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കാം. നമുക്ക് ചോദിക്കാനൊക്കെ പറ്റും, ഇതെന്താണ് സംഭവം എന്ന് ചോദിക്കാനോ. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു,
നിങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടെ ഒരു അപേക്ഷാ ഫാറം വാങ്ങി പൂരിപ്പിച്ച് കൊടുത്താൽ മതി, ഇടയ്ക്ക് വിളിക്കാം, നന്നായിട്ടുണ്ട്, നിങ്ങൾക്ക് റേഡിയോ നാടകത്തിന് പറ്റും, നല്ല ശബ്ദമാണ്, പിന്നെ ആ കഥാപാത്രത്തിന് യോജിച്ച ഒരു ഭാവമൊക്കെ ആ ശബ്ദത്തിൽ വന്നിട്ടുണ്ട്, കൊടുക്കൂ എന്ന് പറഞ്ഞു. നമ്മൾ കൊടുക്കാനൊന്നും പോയില്ല, ആ വഴിക്ക് പോയി. തിരുവനന്തപുരത്ത് 75 വന്നതിന് ശേഷമാണ് ആകാശവാണിയുമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോഴും പക്ഷേ ഞാൻ ഓഡീഷൻ നടത്തിയിട്ടില്ലായിരുന്നു. ഇവിടെ അന്ന് സ്ഥിരമായിട്ട് യുവവാണി പരിപാടിയുണ്ട്. അപ്പോൾ ചില ഡിസ്കഷൻസ് അതിന് വിളിക്കും, പിന്നെ ചില കൃതികളെക്കുറിച്ചുള്ള ആസ്വാദനക്കുറിപ്പുകൾ, അങ്ങനെയൊക്കെ ചില പരിപാടികൾ, എഡ്യൂക്കേഷണൽ എക്സ്പേർട്ടായിട്ട് അങ്ങനെയുള്ള ഒരു സംഗതിക്കൊക്കെ ഇടയ്ക്കൊക്കെ എന്നെ വിളിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വേണുഗോപാൽ ഉള്ളപ്പോഴാണ്, ജി വേണുഗോപാൽ. അപ്പോൾ വേണു എൻ്റെ ഒരു പ്രിയപ്പെട്ട ശിഷ്യനാണ്. വേണുവിനെയും കൊണ്ട് പാട്ട് പാടിക്കാൻ എറണാകുളത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളത് ഞാനാണ്. അപ്പോൾ വേണു ഒരു ദിവസം വന്ന് പറഞ്ഞു, സാറൊന്ന് വരണം, ഒരു വോയിസ് ഓവർ ചെയ്യാനുണ്ട്, കമൻട്രി ഒരു സാധനം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചു. ഞാൻ വന്നു, അത് ചെയ്തു കൊടുത്തപ്പോൾ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ശിവശങ്കർ സാറാണ് ഡയറക്ടറായിട്ട്. സാറിൻ്റെ മകനെ ഞാൻ പഠിപ്പിച്ചതാണ്, സാറുമായിട്ട് നല്ല സൗഹൃദമുണ്ട്. അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, ഒരു പ്രശ്നമുണ്ട്, ഇവിടെ ഓഡീഷനൊന്നും നടത്തിയിട്ടില്ല, അതുകൊണ്ട് കാര്യമായിട്ട് പൈസ ഒന്നും കിട്ടുകയില്ല. ഞാൻ പറഞ്ഞു, അതായിക്കോട്ടെ സാർ, കുഴപ്പമില്ല. പക്ഷേ അപ്പം തന്നെ ഒരു അപേക്ഷാ ഫാറം എൻ്റെ മുമ്പിലോട്ട് വെച്ച് തന്ന് ഞാൻ ഒപ്പിട്ട് കൊടുത്തു. പിന്നീടാണ് ഒരു ദിവസം ഓഡീഷന് വിളിച്ചു. ഓഡീഷന് ഞാൻ വരുമ്പോൾ എന്നെ അറിയുന്ന ആളുകളായിരുന്നു. അപ്പോൾ തന്നെ എനിക്കൊരു ബി ഹൈ തന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു രീതിയിലാണ് വന്നത്. പിന്നെ ഒരുപാട് കഥാപാത്രങ്ങളെ നാടകത്തിൽ അവതരിപ്പിക്കാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നു. റാണ പ്രതാപൻ ഇരിക്കുമ്പോഴും, പിന്നെ എസ് രാധാകൃഷ്ണൻ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ്, ഞാൻ പഠിപ്പിച്ച. അവരൊക്കെ ഇരിക്കുമ്പോഴും ഒക്കെ ധാരാളമായിട്ട് ഇവിടെ വന്ന് നാടകങ്ങൾ ധാരാളമായിട്ട് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ശബ്ദം ആദ്യം രേഖപ്പെടുത്തിയത് ഇവിടെയാണ്, ആകാശവാണിയിലാണ് എന്നുള്ളത് ഇന്ന് ഓർക്കുമ്പോൾ വലിയൊരു സംഗതിയാണ്. കാരണം ശബ്ദകലയുമായി ബന്ധപ്പെട്ട് എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ നിരന്തരമായി പ്രവർത്തിക്കുന്നു. നല്ല തുടക്കമായിരുന്നു. ഞങ്ങൾക്കും അത് ഒരു അഭിമാനം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ശബ്ദകലയിൽ പിന്നീട് സാറ് ഡോക്യുമെൻ്ററികൾ, കമൻട്രികൾ, ആ രീതിയിലേക്ക് സാറ് പോയി. ദേശീയ അവാർഡ് സാറിന് കിട്ടി. 2015 15 4 സംസ്ഥാന അവാർഡുകൾ കിട്ടി. ഈ ദേശീയ പുരസ്കാരത്തിൻ്റെ ഒരു കഥ പറഞ്ഞാൽ, ഈ 2015 മുമ്പ് തന്നെ ആ ഡോക്യുമെൻ്ററികൾക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒന്നിലധികം ഡോക്യുമെൻ്ററികൾക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് നമ്മുടെ ശബ്ദം പരിഗണിക്കപ്പെട്ടിട്ടില്ല. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം 100 ഡോക്യുമെൻ്ററി ദേശീയ തലത്തിൽ വരികയാണ്, അല്ലെങ്കിൽ 50 ഡോക്യുമെൻ്ററി വരുന്നിരിക്കട്ടെ, ഈ ജൂറി ആയിട്ടിരിക്കുന്നതിൽ മലയാളിയായിട്ടുള്ള ആരെങ്കിലും ഇല്ലെങ്കിൽ എൻ്റെ ശബ്ദം നന്നായിട്ടുണ്ടെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും 3-4 ഭാഷയിലുള്ള ആളുകൾക്കേ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ചെയ്ത ഡോക്യുമെൻ്ററികൾക്ക് ദേശീയ പുരസ്കാരം ലഭിച്ച സന്ദർഭങ്ങളിലൊന്നും മലയാളികൾ ആരും ആ ജൂറി കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ടായാലും കിട്ടിക്കൊള്ളണമെന്നില്ല, അത് വേറൊരു കാര്യം. പക്ഷേ എനിക്ക് കിട്ടിയത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ്. ഞാൻ ചെയ്ത ഒരു ഡോക്യുമെൻ്ററി ഒരു ദേശീയ തലത്തിലുള്ള മത്സരത്തിന് അയച്ചിട്ടുണ്ട് എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഞാൻ എന്നും രാവിലെ ഡബ് ചെയ്യാൻ പോകുന്ന 9:30 പോകുന്ന ഒരു സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ റെക്കോർഡിസ്റ്റ്, ആ പയ്യന്മാരൊക്കെയാണ് പറഞ്ഞത്, ദേശീയ അവാർഡ് ഇന്ന് 11 മണിക്ക് പ്രഖ്യാപിക്കും, സൂചന എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരെഴുതി കാണിക്കുന്നുണ്ട്, സാറിൻ്റെ പേരും അതിനകത്ത് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ പേര് എവിടെ വരാനാണ്, എന്ത് ഒരു പിടിയും കിട്ടിയില്ല എനിക്ക്. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് ഈ കമ്മിറ്റിയിലുണ്ടായിരുന്ന ഒരാൾ 11 മണിക്ക് തൊട്ട് മുമ്പാണ് എന്നെ വിളിച്ച് പറയുന്നത്, ടി വിയിൽ നോക്കിക്കോളൂ, പേരുണ്ട്. അത് വിജയകൃഷ്ണൻ എന്ന് പറയുന്ന ചലച്ചിത്ര നിരൂപകനായിരുന്നു. സാറിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഏതൊരു മലയാളിക്കും വളരെ ചിരപരിചിതമാണ്. ഈ സിനിമകളിലൂടെയും സാറിൻ്റെ ഇത് വന്നിട്ടുണ്ട്. മീനമാസത്തിലെ സൂര്യൻ തൊട്ട് പല പല സിനിമകൾ, പല കഥാപാത്രങ്ങൾ, പല പ്രഗത്ഭരുടെയും ഡബ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. സാറിന് ഏറ്റവും വെല്ലുവിളി തോന്നിയിട്ടുള്ളത് എപ്പോഴാണ്? ഈ തിരുവനന്തപുരത്ത് വന്ന് നാടകം കളിച്ച് നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഡബ്ബിങ്ങിലേക്ക് സ്വാഭാവികമായിട്ട് തിരിയുന്നത്. അങ്ങനെ ഒരു മേഖലയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല. തീർച്ചയായിട്ടും നാടകം കളിക്കുന്ന ഒരാളല്ലേ, അവരുടെ ശബ്ദം നോക്കാം എന്നാലേ ആളുകൾ വിചാരിച്ചതിൻ്റെ ഫലമായിട്ട് ശബ്ദം നോക്കിയപ്പോൾ കൊള്ളാമെന്ന് തോന്നി. ധാരാളമായിട്ട് അവസരങ്ങൾ, മീനമാസത്തിലെ സൂര്യന് ശേഷം ധാരാളമായിട്ട് അവസരങ്ങൾ കിട്ടി. ഒരുപാട് വില്ലന്മാർക്കും അല്ലാതെയുള്ള ക്യാരക്ടർ റോളുകൾക്കും ഒക്കെ ഡബ് ചെയ്യാനുള്ള സന്ദർഭങ്ങൾ ലഭിച്ചു. അതിൽ പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതുമായ ഒരു സംഗതി, ഗാന്ധി സിനിമയിൽ ഓംപുരി അഭിനയിച്ചൊരു കഥാപാത്രമുണ്ട്. അപ്പോൾ ഓംപുരി മലയാളത്തിൽ ആദ്യം ചെയ്തൊരു പടം സംവത്സരങ്ങൾ എന്ന് പറഞ്ഞൊരു പടം, അത് ഓംപുരിക്ക് ഞാൻ തന്നെയാണ് ഡബ് ചെയ്ത്. അതിനുശേഷം ഈ ഗാന്ധി സിനിമ വന്നപ്പോൾ ഓംപുരിയുടെ ഒരു സീനുണ്ട്, അത് ഡബ് ചെയ്യാൻ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടി. കാരണം
ആ അഭിനയം അത്ര ഗംഭീരമായൊരു അഭിനയമാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ കമ്മ്യൂണൽ റൈറ്റ് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ നഷ്ടപ്പെട്ടു. പ്രതികാരം ചെയ്യാൻ വേണ്ടി കത്തിയുമായി ഇറങ്ങിത്തിരിക്കുന്ന അയാളെ പക്ഷേ ഗാന്ധിയുടെ മുമ്പിൽ വരുമ്പോൾ ഗാന്ധിയുടെ വാക്കുകൾ കൊണ്ട് അയാൾ പശ്ചാത്താപ വിവശനായി ഈ കത്തി താഴെയിട്ട് കരയുന്ന ഒരു രംഗമുണ്ട്. അതൊരു നടൻ്റെ അഭിനയത്തിലെ ഏറ്റവും പാരമ്യത്തിൽ വരുന്ന ഒരു ഗംഭീരമായൊരു പ്രതിഭാവിലാസം എന്ന രീതിയിൽ വന്നിട്ടുള്ളൊരു സാധനമാണ്. അത് ഡബ് ചെയ്യാൻ ഞാൻ നന്നേ വിഷമിച്ചു പോയിട്ടുണ്ട്. കുറച്ചേ ഉള്ളെങ്കിലും 2 മിനിറ്റൊക്കെ നീണ്ടു, പക്ഷേ അത് അതിഗംഭീരമായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും അന്യഭാഷയിൽ നിന്ന് വന്ന നടന്മാർക്ക് പലർക്കും ഡബ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ ചിലപ്പോൾ ഈ ലിപ്പ് മൂവ്മെൻറ്റ് ചെറിയ വ്യത്യാസം വരുമെങ്കിലും അങ്ങനെ ചെയ്തു പോയിട്ടുണ്ട്. മലയാളത്തിൽ തന്നെ ബാബു ആൻ്റണിക്കൊക്കെ കുറേ പടങ്ങൾ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. കിങ്ങിലെ ദേവൻ്റേത് വളരെ കിങ്, രുദ്രാക്ഷം തുടങ്ങിയ സിനിമകൾ ദേവന് ഡബ് ചെയ്തിട്ടുണ്ട്. തമിഴിലെ നാസറിന് ഡബ് ചെയ്തിട്ടുണ്ട്. ഈ അന്യഭാഷ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? അല്ലാതെ ശ്രദ്ധിക്കേണ്ടി വരുന്ന ഒരു സംഗതിയിലാണ്. ഇപ്പം തമിഴ് ആർട്ടിസ്റ്റുകളാണെങ്കിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. കാരണം തമിഴും മലയാളമായിട്ടുള്ളൊരു നല്ലൊരു ബന്ധമുള്ളതുകൊണ്ട് അവർക്ക് മിക്കവാറും മനസ്സിലാവും ഈ പറയുന്നത് എന്താണെന്ന്. വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. പക്ഷേ അനാവശ്യമായ സ്ഥലങ്ങളിൽ ചില വാക്യങ്ങളിൽ ചില മുറിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. തെറ്റായ സ്ഥലത്തായിരിക്കും ഒരു പോസ് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ അത് ഫില്ല് ചെയ്യേണ്ടുന്ന എന്തെങ്കിലും ഒരു ജോലി നമുക്ക് വേണ്ടി വരും. ഈ ഡബ്ബിങ്ങിൻ്റെ ഒരു പ്രത്യേകത അതാണ്. നമ്മൾ ഡബ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഈ കഥാപാത്രത്തെ പഠിക്കുകയും നടനെ പഠിക്കുകയും വേണം. നടൻ ഈ അഭിനയത്തിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ അത് നമ്മൾ പഠിക്കണം. അതേസമയം കഥാപാത്രം എന്താണ് എന്ന് പഠിക്കണം. ഇയാളുടെ അഭിനയത്തിന് എന്തെങ്കിലും പോരായ്മകളുണ്ട് എങ്കിൽ അത് തിരുത്താൻ കിട്ടുന്ന അവസാനത്തെ ഒരു അവസരമാണ്, നല്ലൊരു അവസരമാണ് ഈ ഡബ്ബിങ് എന്ന് പറയുന്നത്. അപ്പോൾ നടനെ പഠിക്കണം, അതേസമയം ഈ കഥാപാത്രത്തെയും പഠിക്കണം. അപ്പോൾ ഇയാളുടെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് പൂരിപ്പിക്കാനുള്ളൊരു സന്ദർഭം അവിടെ കിട്ടും. അപ്പോൾ തമിഴിൽ നിന്ന് വരുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നം വരത്തില്ല. നേരെ മറിച്ച് മലയാളം നന്നായിട്ട് അറിയാത്ത ആളുകളാണ് എങ്കിൽ ചിലപ്പോൾ ചില വാക്കുകളുടെ ഉച്ചാരണവും ലിപ്പ് മൂവ്മെൻറ്റും ഒന്നും ശരിയാവില്ല. അതൊക്കെ പക്ഷേ ഒരു വിധത്തിൽ ഒപ്പിച്ച് നേരെയാക്കുക എന്നുള്ളതാണ് ഈ ഡബ്ബിങ് ആർട്ടിസ്റ്റിൻ്റെ ഒരു ജോലി. അങ്ങനെയാണ് അത് ചെയ്യാറുള്ളത്. സാറ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ജീവിതം ആഹ്ലാദകരമാക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് സൗഹൃദങ്ങളാണ് എന്ന്. അപ്പോൾ സാറിൻ്റെ ജീവിതത്തിലെ ആ സൗഹൃദങ്ങൾ സാറിനെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടാവും? അതുകൊണ്ടായിരിക്കുമല്ലോ സാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ഓരോ വ്യക്തികളും സാറിനെ എത്രത്തോളം ഇന്നത്തെ അലിയാറാക്കി മാറ്റാൻ സഹായിച്ചിട്ടുണ്ട്? അത് ഈ സൗഹൃദങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് വന്ന ഒരു വലിയ പഠനം തന്നെയുണ്ട്. എത്രയോ വർഷം നീണ്ടു നിന്ന ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനത്തിൽ ഒരു മനുഷ്യനെ ഏറ്റവും സന്തോഷവാനായിരിക്കുന്നത് സൗഹൃദങ്ങളിൽ, ഏറ്റവും ബലമുള്ള ഏറ്റവും നല്ല സൗഹൃദങ്ങളിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തിരുവനന്തപുരത്ത് വന്ന് നരേന്ദ്രപ്രസാദിനെയൊക്കെ പരിചയപ്പെട്ടതുകൊണ്ടുണ്ടായ ഒരു ഗുണം, നാടകവും സാഹിത്യവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടായതുകൊണ്ടുള്ള ഒരു ഗുണം, ഒരുപാട് മഹത് വ്യക്തികളെ പരിചയപ്പെടാൻ കഴിഞ്ഞു, അവരുമായിട്ട് സഹകരിക്കാൻ കഴിഞ്ഞു, അല്ലാത്തവരുമായിട്ടും ബന്ധപ്പെടാൻ കഴിഞ്ഞു. അപ്പോൾ അതൊരു സൗഹൃദം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു സുഹൃത്ത്, നമ്മളെ മനസ്സിലാക്കുന്ന നല്ലൊരു സുഹൃത്ത് നമുക്കുണ്ടെങ്കിൽ അതാണ് ഒരു വലിയ ബലമെന്ന് പറയുന്നത്. അതുകൊണ്ട് സൗഹൃദമാണ് എൻ്റെ മതവും രാഷ്ട്രീയവും എന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയ തെറ്റില്ല. അത് നിശ്ചയമായും ഏതൊരാളിനും അത് വേണം. അതില്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങളിപ്പോൾ റിട്ടയർ ചെയ്തതിന് ശേഷവും ഞങ്ങളുടെ ഒരു സൗഹൃദ സംഘമുണ്ട്. എന്നേക്കാൾ വലിയ ഉദ്യോഗത്തിലൊക്കെ ഇരുന്ന ആളുകളൊക്കെ ഉണ്ട്. സൗഹൃദ സംഘമുണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൂടും, ഇടയ്ക്ക് യാത്ര പോവും. അപ്പോൾ അത് വലിയൊരു ബലമാണ് നമുക്ക്. നമ്മളൊരു വല്ലാത്തൊരു സുഖം നൽകുന്ന, 2 ദിവസം ഒന്ന് മാറി നിൽക്കുക, വേറെ എവിടെയെങ്കിലും ഒന്നിച്ച് യാത്ര പോവുക, ഇടയ്ക്കിടയ്ക്ക് കാണുക, സൗഹൃദം പുതുക്കുക എന്ന് പറയുന്നൊരു വലിയ കാര്യമാണ്. അപ്പോൾ ഈ സൗഹൃദമെന്ന് പറയുന്നത് നിശ്ചയമായും പ്രത്യേകിച്ച് റിട്ടയർമെൻറ്റിന് ശേഷമുള്ള കാലഘട്ടത്തിൽ വലിയ ഗുണം ചെയ്യുന്ന ഒന്നാണ്. കാരണം പലരുമൊക്കെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ തന്നെ ഒതുങ്ങി കൂടുക. രാവിലെയൊക്കെ എഴുന്നേറ്റ് പത്രമൊക്കെ ഒന്ന് വായിക്കും, ചായ കുടിച്ച് പിന്നെ സ്വപ്നം കിടന്നുറങ്ങും, വീണ്ടും ആഹാരം കഴിക്കും, വീണ്ടും കിടക്കും, വൈകിട്ടൊന്ന് നടക്കാൻ പോകും, അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ അതല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കുക, പിന്നെ മറ്റ് സാമൂഹികമായ കാര്യങ്ങളിലും വിഷയങ്ങളിലൊക്കെ ഇടപെടുക, സാംസ്കാരിക പ്രവർത്തനങ്ങളാവുമെങ്കിൽ അത് നടത്തുക, അങ്ങനെയൊക്കെ ഉള്ളൊരു എൻഗേജ്ഡ് ആയിരുന്നാൽ കിട്ടുന്ന സൗഹൃദത്തിൻ്റെ ഒരു ഗുണമുണ്ട്. അത് തീർച്ചയായിട്ടും വലിയൊരു ബലം തന്നെയാണ് നമുക്ക്. നമ്മൾ എൻഗേജ് ആയിട്ടിരിക്കും. ഇന്ന് തന്നെ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ സാറിന് രാവിലെ ഒരു സ്റ്റുഡിയോയിൽ പോയിട്ടാണ് വന്നത്. ഇനി സാറിന് വീണ്ടും ഒരിടത്തേക്ക് പോകാനുണ്ട്. ഈ റിട്ടയർമെൻറ്റിന് ശേഷം സാറ് പറഞ്ഞു 80 വയസ്സാകുന്നു. ഇപ്പോഴും ഈ ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണ്? അല്ല, നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടുള്ളൊരു ഗുണമാണ്. ഒന്നും ചെയ്തില്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും.
നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കുന്നത് കൊണ്ടാണ് വലിയ കുഴപ്പമില്ലാതെ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ടൈം മാനേജ്മെന്റ് എങ്ങനെ ചെയ്യുന്നു സാർ? അപ്പോൾ സാർ അധ്യാപനം ഉണ്ടായിരുന്ന സമയത്തും പല മേഖലകളിലുണ്ടായിരുന്നു. എങ്ങനെയാണ് എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയത്? ടൈം മാനേജ്മെൻറ്റ് വളരെ പ്രധാനമാണ്. പല ആളുകളും സംസാരിക്കുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സമയമില്ല. സമയം അവിടെ തന്നെയുണ്ട്, എല്ലാവർക്കും ഉള്ളതുപോലെ 24 മണിക്കൂർ നമുക്കുമുണ്ട്. സമയത്തിനൊരു വ്യത്യാസവും വന്നിട്ടില്ല. പക്ഷേ ഈ ഉള്ള സമയം എങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഞാൻ വിളിച്ചു പറഞ്ഞ് ഓർക്കുന്നുണ്ടാവും 5 മിനിറ്റ് വൈകുമെന്ന്. അതെ അതെ, മനസ്സിലായി? കൃത്യം 5 മിനിറ്റ് വൈകി. ഇത് കഴിഞ്ഞാൽ നേരെ അടുത്തൊരു സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞാൽ വീട്ടിലൊരു ചെറിയ ആവശ്യമാണ്, അവിടെ പോകും. അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് വർക്കുണ്ട്, പിന്നെ വൈകുന്നേരത്തൊരു മീറ്റിംഗ് ഉണ്ട്. അങ്ങനെയാണ് ആ സമയങ്ങൾ പോകുന്നത്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിനിടയ്ക്ക് വെച്ച് എഴുതാനും വായിക്കാനും ഒക്കെ കുറച്ച് സമയം കിട്ടുമെങ്കിൽ അതും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഉള്ള സമയം കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ പിടിയിൽ നിൽക്കാത്ത ഒരു സംഗതിയാണ്. ഓരോ നിമിഷവും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന സമയം പോയി, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ കിട്ടുന്ന സമയം ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ആ സമയം അതൊരു ശീലത്തിൻ്റെ പ്രശ്നമാണ്. കാരണം ഞാനൊക്കെ ഈ കോളേജിലായി പോകുമ്പോഴും രാവിലെ 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. ഇപ്പോഴും 9-9:15 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ചിലപ്പോൾ രാത്രി 9 മണിക്കൊക്കെ ചെല്ലുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഈ സമയത്തിൻ്റെ ഒരു മാനേജ്മെൻറ്റ്. സമയമുണ്ട്, നമ്മുടെ ആ ഉള്ള സമയം ഫലപ്രദമായി വിനിയോഗിച്ചാൽ മതി. കേൾക്കുന്നവർക്ക് ഇതൊരു പ്രചോദനമാവട്ടെ. നേർമൊഴിയിൽ ഇതുവരെ കേട്ടത് അധ്യാപകനും അഭിനേതാവും പ്രക്ഷേപകനുമായ പ്രൊഫസർ അലിയാറുമായി നടത്തിയ അഭിമുഖം. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോടൊപ്പം റൂബി ബാബു. ഈ അഭിമുഖത്തിന്റെ അവസാന ഭാഗം അടുത്ത വ്യാഴാഴ്ച രാത്രി നേർമൊഴിയിൽ. നേർമൊഴി സമാപിക്കുന്നു.